ഹായ് ഗൈസ്, ചേച്ചി പറയുന്നതായിരിക്കും. സ്വാഗതം ചെയ്യും. എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ വീണ്ടും പുറത്തോട്ട് പോവുകയാണ്. ഞങ്ങൾ ഇന്ന് പോകുന്നത് ബീച്ചിലോട്ടാണ്. നിങ്ങൾ തീരെ കാണാത്ത കോഴിക്കോട് ബീച്ചിലേക്ക്. അതെ, ഞങ്ങളുടെ വ്ളോഗിൽ ഇതുവരെയായിട്ടും കോഴിക്കോട് ബീച്ച് നമ്മൾ എടുത്തില്ല. ഏതോ ചെറിയ വരെ പറ്റിച്ചതാ. ഒന്ന് പിരിക ആരും നോക്കണ്ട, കാരണം അമ്മ വരച്ചു കൊടുത്തതാ. നല്ല ഭംഗിയില്ലേ? വെറുതെ പറഞ്ഞു കണ്ടുപിടിത്തലാണ്. കണ്ടുപിടിക്കുന്നതിൽ ഏറ്റവും മെയിൻ നിൽക്കുന്ന ആ കഥാപാത്രമാണത്. അവിടെ നിങ്ങൾ ആരും ഭംഗിയണ്ട, ഞങ്ങളെ ഫോളോ ചെയ്യാം. ബൈ, സീ യു. അപ്പൊ സീ യു. അടുത്ത പരിപാടി നടത്താം. എല്ലാവരും അങ്ങോട്ടേക്കാണ് നടക്കുക, ഇങ്ങനെ അല്ലെങ്കിൽ തരലിരുന്ന കളിയാ. ഓ ശരികൾ സൈഡ് മോളെ ഗൈസ്, കുറച്ച് കഴിഞ്ഞാൽ വേറെ കഥാപാത്രം മൂത്ത സന്താനം. അതെ, റീൽസോളി 6 വയസ്സായിട്ടുള്ളൂ, പക്ഷേ 60 വയസ്സിന്റെ കളിയാ. അതെ, റീൽസോളി അന്മിയ നിജീഷ്. അന്മിയ ആർ നിജീഷ്. അതെ, ആ 6 ഇതാട്ടോ. അപ്പൊ ഞങ്ങൾ നടക്കാണ്. വൈകുന്നേരം നമ്മൾ ബീച്ചൊക്കെ കാണിച്ചു തരും. അന്താടെ ഒരു വല്ലാതെ എളുക്കുന്നത് ഇതിന്റെ മോഹത്ത്. സ്ഥിരം പോലെ അമ്മയും മോളും തുടങ്ങിയിട്ട്. അതെ, ഇവ രണ്ടാളും എൻ്റെ എന്താ പറയുക വ്ളോഗിൽ നിന്ന് പിടിച്ച് പുറത്താക്കാൻ എനിക്ക് ഞാൻ കുറേ പുറത്താക്കിയതാണ്. പിന്നെയും വലിഞ്ഞു കയറി വരും. അതെ അതെ, ഞാനില്ലെങ്കിൽ ഈ വ്ളോഗിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം, പരിതാപകരമായിരിക്കും. നിങ്ങൾ ആരും കാണരുത് കേട്ടോ. ഒറ്റയ്ക്കുള്ള ഒറ്റ റീൽസ് പോലും കാണരുത്. ഞാൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതിയേ. എന്ത് ഒരു അസൂയ കൊണ്ടല്ല, ഇത് ഒരു തമാശ. അതെ, ഇതൊക്കെ എന്ത് എന്താ പറയുക, ഈ കറിയിലുള്ള കറിവേപ്പിലുണ്ടല്ലേ, എല്ലാം കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ആ കറിവേപ്പില എടുത്തിട്ടൊറ്റ അതെ ഈറാണ്. അതേപോലെ തന്നെ എൻ്റെ വ്ളോഗൊക്കെ എല്ലാവരും കണ്ട് നല്ല റീച്ചായി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതിനടുത്ത് തട്ടി ഈ സ്ക്രീനിൽ പിടിച്ച് പുറത്താക്കും. പിന്നെ ഞാൻ പുറത്താക്കുന്നതിന് പിന്നെ ഇങ്ങോട്ട് മനസ്സെന്നാണോ? മനസ്സെന്നല്ല, ലൈഫ് തന്നെ ഞാൻ പുറത്താക്കും. ആണോ? ക്യാമറമാൻ മാറുകയാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഞാൻ എടുക്കുമ്പോഴേക്കും ക്യാമറമാൻ അത് വരും. മാമളെ വെറും ഉടായ്പകളാണ്. ഞാൻ പറഞ്ഞുതരാം സത്യം. എൻ്റെ ക്യാമറയ്ക്കാണ് നല്ല പവർ. ഞാൻ എടുക്കുന്നത് കണ്ടില്ലേ, എന്ത് നല്ല സ്റ്റൈലാണ് ഞാൻ എടുക്കുന്നത്. നോക്കിയത് എല്ലാം ക്ലിയർ അല്ലേ? കണ്ടോ, എൻ്റെ മുഖം വലുതായി കാണുന്നില്ലേ? അതിൻ്റെ ഫോണിൻ്റെ ഗുണം. അതെ, വെക്കിടുക. ഒരു ഹായ് ഒന്ന് പറഞ്ഞില്ലല്ലോ ഒന്ന് ഗൈസിനോട്. ഹായ് പറയും. ഞങ്ങൾ ഗൈസ്, ഇത് ഗാന്ധി റോഡിലോട്ട് പോവാണ്. അതിൻ്റെ ഒരു വലിയ തൊടി എന്ന് പറയുന്നൊരു തൊടിയുണ്ട്. അത് അല്ല, വലിയ തൊടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഞാൻ പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ സ്ഥിരമായിട്ട് 6ാം ക്ലാസ് മുതൽ കോളേജ് 3rd ഇയർ വരെ ഞാൻ ഇതിലൂടെയാണ് നടന്നു പോയിട്ട് വന്നത്. യെസ്, നല്ല രസമായിരുന്നു. അതെ അതെ, 7 വർഷം മനോഹരമായ പഴനിയിൽ താമസിച്ചു. അതെ, പിന്നെ അത് മാത്രമല്ല, ഈ ഇടയ്ക്കൊരു വേറെ വലിയൊരു ഇതുണ്ട് ചേച്ചിക്ക് അറിയോ? ഇല്ല. അയ്യോ പക്ഷേ എൻ്റെ ലവ് സ്റ്റോറി പറയാൻ നിൽക്കുന്നു. എൻ്റെ ലവ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടായത്. എനിക്ക് നമ്പർ കിട്ടിയത് ഇവിടെ നിന്ന്, ഈ ഇടയിൽ നിന്നായിരുന്നു. വീണ് കിട്ടിയത് അല്ലല്ല, അതൊരു കഥയാണ്. നമ്പർ ഞാൻ അറിയില്ല. ചേച്ചിക്ക് അറിയാം. ചേച്ചി അടുത്തല്ലോ ഒന്ന് പറയുന്നത്. ഞാൻ നമ്പർ നമ്മളെ സുമുഖനുമായ വെളുത്ത കൂറ. അതെ, ഈ റോട്ടിലാണ് നമ്പർ ഇട്ടിട്ട് പോയത്. അതെ, അത് വിചാരിച്ച് നിങ്ങളാരും ഇനി ഇടവയിൽ നമ്പർ ഇടരുത്. ഞാൻ എടുത്തു പോവും. കൂടെ ഞാനും രണ്ട് പേപ്പറിലാക്കി തന്നെ അപ്പുറത്തും ഇപ്പുറത്തേക്ക്. അതെ, അപ്പോൾ കുഴപ്പമില്ല. പോട്ടെ, ഞങ്ങളൊന്ന് റൗണ്ട് ചെയ്യാൻ വേണ്ടി പോയതാ. അറിയില്ലായിരുന്നു. ഗൈസ്, ഇപ്പോൾ വന്നത് എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറിൻ്റെ ഹസ്ബൻഡാണ്. വർഷങ്ങൾ ആയതുകൊണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതെ, മോളെ ഇടവയിലേക്ക് കൊണ്ട് പാടി.
ഇടവയിലോട്ട് വരിക. റീൽസ് ഓളി. ആ മെല്ലെ വന്നാൽ മതിയെ, ഓടി വരണ്ട. അവിടെ തന്നെ നിന്നോട്ടോ, ഞങ്ങൾ ഈ ഭാഗത്ത് വരുന്നുണ്ട്. റോഡിലേക്ക് കയറെടുത്തിട്ടോ. എന്താ ചെറിയ മക്കൾക്ക് വരെ ഉണ്ടാക്കാം. ചെറിയ മക്കൾക്ക് വരെ എന്നെ ഭയങ്കര കാര്യമാണ്. അത്രയും സ്നേഹവും ഇതൊക്കെ ഉള്ളത് എനിക്ക് മാത്രമാണ്. ഹാർട്ടുള്ളത് എനിക്കാണ്. ഹാർട്ട്ലെസ് ഐഡു, വെറും ഡയലോഗ് മാത്രം. ഗൈസ് തക്കുടു അവരുടെ ഏച്ചീനെ കാണാൻ വേണ്ടി പരക്കം പായുകയാണ്. അതാ റീൽസോളി, നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ റീൽസോളി അൻമിയ. യാരിത് അടിച്ചാള് അവിടെ. വരും. അങ്ങനെ ആ ഗസ്റ്റും കൂടി നമ്മളെ സ്ക്രീനിലോട്ട് വ്ളോഗിലോട്ട് വന്നിട്ടുണ്ട്. അതാര് ഇപ്പൊ ചിരിച്ചിട്ട് പോയി. പിന്നെ ഭയങ്കര റീച്ചിൽ പോയിട്ടിരിക്കുന്ന വ്ളോഗല്ലേ, കാരണം നമ്മളെ കാണുമ്പോൾ ചിരിക്കാൻ. ചിലപ്പോൾ എൻ്റെ ആരെങ്കിലും ആയിരിക്കും, ഫാൻസ്. അതാ ഞാനും ചിരിച്ചത് തിരിച്ച്, കാരണം എന്നെ അറിയുന്ന ആരെങ്കിലും ആണെങ്കിലേ എനിക്ക് മറന്നുണ്ടാവും, അതുകൊണ്ടായി. സുനൂസ് വരുന്നുണ്ടോ? യെസ്. പൂച്ചവാല് കണ്ടിട്ടുണ്ടോ? പൂച്ചവാൽ ചെടി, ഒറിജിനൽ പൂച്ചവാൽ ചെടി. അതാ എനിക്കെന്നറിയില്ല, കണ്ടോ? ഈ തെരുവ് നാടകം പോലെ കളിക്കുന്നുണ്ട് തക്കുടു. അയ്യോ ഏച്ചി അനിയത്തി ഭയങ്കര. 2 ഏച്ചി അനിയത്തികളല്ലേ ഈ സ്ക്രീനിലുള്ളത്? ഒന്ന് ഞാനും ഏച്ചിയും, ഒന്ന് ഇവര് 2 പേര്. എന്താ അല്ലേ, ഭയങ്കര ബോണ്ടാണ്. എന്താടോ ചായ, 2 ഗ്ലാസ് ചായ, 4 പേര്. ചായക്ക് ആക്കണോ? ചൂടില്ലല്ലോ. ടീ ടൈം. ഇതോ മാളത്തിൻ്റെ പുള്ളി പോയിരിക്കണേ. എത്ര റുപ്യാണ്? എത്ര രൂപ ചായക്ക്? അതൊക്കെ ചോദിച്ചു വെച്ചില്ലേ? ഈ പറയുന്ന നേരം കൂടെ ആ പൈസ കൊടുത്തൂടെ? 40 കുറച്ചിട്ട് തന്നാൽ മതി. ഓക്കെ, എന്നാലും ഒരു 100 റുപ്യാണ് തരാൻ ഉദ്ദേശിച്ചത്, ബാക്കി 60 രൂപ. ഓക്കെ. നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ്. ചിമ്മി ഗൈസ് എന്നെ കൂട്ടാതെ പോകുന്നുണ്ട് 3 എണ്ണം. ഇത്രയും നേരം ചായ കുടിച്ച് കഴിക്കുന്ന സമയം വരെ എൻ്റെ കൂടെ ഉണ്ടായവരാ. എന്നിട്ടേച്ച് പോകുന്നു. ഗൈസ് നമ്മൾ ഫസ്റ്റിലെ ക്രോസ് ചെയ്തു. ഒരാളെ നോട്ടെ, നമ്മളെപ്പോഴും ഫസ്റ്റ് അല്ലടാ. അതിങ്ങനെ കഞ്ഞാണോ കുടിച്ചിങ്ങനെ നടക്കും. അവിടെ വരുന്നുണ്ട്. നല്ല ആളെ എടുത്തിട്ട് നടക്കുന്നത്. ചൂട് വെളിച്ചെണ്ണയിൽ വീണ കടുകിൻ്റെ ഇതാണ് തക്കുടൂര്. ഇത് കടുക് എന്നൊരു പേരിട്ടു. ഇങ്ങനെയാണ് ഞാൻ വരില്ല കേട്ടോ. നിങ്ങൾ കാര്യമായിട്ട് എന്നെ എന്തിനാ വിളിക്കുന്നത് ഞാൻ ആലോചിക്കാം. നിങ്ങൾ മോളെ പിടിക്കാനാണോ അല്ലെങ്കിൽ വ്ളോഗ് എടുക്കണോ? ഒന്ന് ബീച്ചിലോട്ട് വന്നിട്ടുണ്ട്. വ്യൂ ലോകം. ഇത് ലോകം, പുതുലോകം. ലോകം ആദ്യമൊന്ന് വിശ്വസിക്കാൻ എന്തൊക്കെയോ തട്ടി വിടുക, കേക്കണ്ട. സദാജി വന്നിട്ട് വേണം ഇങ്ങനെയൊക്കെ ഇലവസിരിക്കണ മാതിരി
മടിയിൽ അത് നടന്നെ മടിയിൽ കിടക്കാൻ ഗൈസ് അത് ഇതിൻ്റെ ലോകത്ത് ഓടി കളിക്കാൻ ഇത് മരുഭൂമിയിലെ വെള്ളം കണ്ട മതി എവിടെ ഇരിക്കുന്ന അവസ്ഥ. ഇങ്ങനെ ഇതല്ല എങ്ങനെ അറിയോ? ഇങ്ങനെ കുത്തുക, കുത്തിയിട്ട് ഇങ്ങനെ ആക്കണം. എങ്ങനെ ഇങ്ങനെ ആക്കണം കേട്ടോ. അപ്പോൾ കുത്തട്ടെ. അതാ 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 ഇതാണ് പറയാ ജീവിതത്തിൽ എന്താ പറയുക, നമ്മൾ വഴുതി വീഴും, പക്ഷെ വീണോട് തിരിക്കരുത്, എണീക്കണം. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ തക്കൂടെ അവിടെ കാണിച്ചു തന്നത്. ഇങ്ങനെ ആക്കണം. എന്ത് പറ്റി? സെറ്റായി പോയോ? എന്തൊരു മാന്യത. ആ ഇരിക്കും ഇരിക്കും ഇരിക്കും. എന്താ വേണ്ടത്? 2 വലിയ ഗ്ലാസ് പാലും. ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയോ? നിങ്ങൾ അങ്ങോട്ട് വരുന്നോ? ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയല്ലേ അവിടെ നിന്ന് അങ്ങോട്ട് വരുന്നോ? ഓക്കെ ഓക്കെ. നമ്മളൊന്നിനെ നടന്നെങ്കിൽ വന്നില്ലേ? ഞാൻ ഓടിയ വന്നേ, നിങ്ങൾ നടന്നല്ലേ വന്നേ? ബൈക്കിലല്ലേ ഓടിയേ? അണ്ണേ ഗൈസ്, ഏച്ചി അനിയത്തി. ആ ആ എന്താണ് പറയാ, ഏച്ചിനെ വിശ്വസിക്കരുത്. ഞാനും അങ്ങനെ തന്നെയാ. കൊള്ളുന്നുണ്ടല്ലോ. കൊണ്ടോ തക്കൂടാണ് പിടിച്ചു വെച്ച് കൊണ്ടുപോകുന്നത്. കണ്ടോ? വാ മോളെ കൊണ്ടേക്ക് നടന്നു റൗണ്ട് അടിച്ചിട്ട് പോരെ. റൗണ്ട് ചെയ്താളേ, വെറുതെ ചുറ്റിട്ട് പോരെ. അല്ല ഏച്ചി എവിടെ? ഏച്ചി എവിടെ? ഏച്ചിന്റെ കൂട്ട് ഗൈസ്. നേരം ഇരുടിച്ചു, വീട്ടിലോട്ട് പോവാണ്. വളാന്ന് പറയും. കടല വേണോ? ഇത് വേണോ? ഇത് വേണോ? ജംസ് വേണോ? ഇത് എത്രയാ? ഒരു പാക്കറ്റ് 10. അതൊന്നും പൈസ കൊടുക്കൂ, പൈസ കൊടുക്കൂ. മോള് പൈസ തരും. പൈസ കൊടുക്കടോ? ഇല്ല ഗൈസ്. സ്പെഷ്യൽ ഡിന്നർ പൊറോട്ട. ഇപ്പം ഞാനുണ്ടാക്കിയ സ്വാദിഷ്ടമായ മീൻ കറിയും കൊണ്ട് വീട്ടിൽ പോയി കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിപ്പോൾ വീട്ടിലോട്ട് പോവാണ്. ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യാണ്. പിന്നെന്താണ്, അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ഇനിയും വ്ളോഗുകളും കാര്യങ്ങളും ഇടുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഞാൻ പറഞ്ഞതല്ലേ? ഓക്കെ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്, സോ മച്ച്. See you. Bye bye.